സദസ്സിന് നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാനായിലെ കല്യാണ വിരുന്ന്. കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ? ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ കാണാനും സംസാരിക്കാൻ, കളിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള സമയം അല്ലേ? കൂട്ടുകാരെ, ഈ വിവാഹ വിരുന്ന് ആരൊക്കെ ഉണ്ടായിരുന്നെന്നറിയാമോ? ഈശോ, മാതാവ്, ശിഷ്യന്മാർ. കൂട്ടുകാരെ, ഈ കാനായിലെ കല്യാണ വിരുന്നിന് എന്തു പറ്റിയെന്നറിയാമോ? വിളമ്പി വന്നപ്പോൾ വീഞ്ഞു തീർന്നു പോയി. എന്തൊരു കഷ്ടം! എല്ലാവർക്കും ദുഃഖം. എല്ലാവരും ഭരണിയിലെല്ലാം മാറി മാറി നോക്കി, പക്ഷേ ഒട്ടും വീഞ്ഞില്ല. പരിശുദ്ധ അമ്മ അവരുടെ ദുഃഖം മനസ്സിലാക്കി. എന്തു പറ്റി എന്ന് അന്വേഷിച്ചു. വീഞ്ഞു തീർന്നു പോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ അമ്മ ഓടിപ്പോയി ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് പറഞ്ഞു. അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് യേശു അവരോട് പറഞ്ഞു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. ഹായ്, എന്ത് നല്ല സ്വാദ്! അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോഴും താഴ്ന്നു തരും. എന്നാൽ നീ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്നോ? യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വിരുന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.